നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് സവാളയും ഇഞ്ചിയും വെള്ളുള്ളി കരിഞ്ഞാൽ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് 2 മുട്ട പൊട്ടിച്ച് കഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ചിക്കൻ കുറച്ച് വേവിച്ചത് ചെറു പീസാക്കിയിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേവിക്കുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചത് ആണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടയും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.